അധ്യായം 4 സമ്പത്തും ലോകവും. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 15-ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ കൃതി. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 15-ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ കൃതി. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായത് 15-ാം നൂറ്റാണ്ടിലുണ്ടായ രണ്ട് പ്രധാന സംഭവങ്ങളാണ്. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായത് 15-ാം നൂറ്റാണ്ടിലുണ്ടായ രണ്ട് പ്രധാന സംഭവങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. അടുത്തത് പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിയത്. ഈ രണ്ട് സംഭവങ്ങളാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതും പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനിയ തീരം വരെ എത്തിയതും. ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടാകാതെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഔഷധമായിട്ടാണ് യൂറോപ്യർ കുരുമുളക് ഉപയോഗിച്ചത്. ശൈത്യകാലത്ത് ഭക്ഷണ സാധനങ്ങൾ കേടാകാതെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഔഷധമായിട്ടാണ് യൂറോപ്യർ കുരുമുളക് ഉപയോഗിച്ചത്. ഏഷ്യയിൽ നിന്നും കുരുമുളക് യൂറോപ്പിലെത്തിയത് കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. ഏഷ്യയിൽ നിന്നും കുരുമുളക് യൂറോപ്പിലെത്തിയത് കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. ഈ പാത അടയ്ക്കപ്പെട്ടതോടെ കടൽ മാർഗത്തിലൂടെ എങ്കിലും ഏഷ്യയിലേക്ക് പുതിയൊരു വാണിജ്യ പാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായി. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അടച്ചതോടുകൂടിയാണ് പുതിയൊരു പാത കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരായത്. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യങ്ങളാണ് പോർച്ചുഗലും സ്പെയിനും. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യങ്ങളാണ് പോർച്ചുഗലും സ്പെയിനും. യൂറോപ്യരുടെ ആദ്യ പര്യവേഷണ യാത്രകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കായിരുന്നു. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത്. ആഫ്രിക്കയിലെ നൈജർ സമതലത്തിലെ സ്വർണത്തെക്കുറിച്ചുള്ള അറിവാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്കുള്ള സമുദ്രയാത്രകൾക്ക് പോർച്ചുഗലിനെ പ്രേരിപ്പിച്ചത്. 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ് ആഫ്രിക്കയിലെ പോർച്ചുഗീസ് അധിനിവേശം ആരംഭിക്കുന്നത്. 1415 മൊറോക്കൻ തീരത്തെ സ്യൂത്ത പിടിച്ചടക്കിയതോടുകൂടിയാണ്. പോർച്ചുഗീസുകാർ ഏറെ ക്ലേശകരമായി പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കുള്ള ബൊജാദർ മുനമ്പ് മുറിച്ചു കടന്ന വർഷം 1434ആണ്. 1434 പോർച്ചുഗീസുകാർ ഏറെ ക്ലേശകരമായി പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കുള്ള ബൊജാദർ മുനമ്പ് മുറിച്ചു കടന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറമെ ആഫ്രിക്കയുടെ പശ്ചിമ തീരത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസ് കൃഷി ആരംഭിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ആഫ്രിക്കയ്ക്ക് പുറമെ ആഫ്രിക്കയുടെ പശ്ചിമ തീരത്തുള്ള അറ്റ്ലാന്റിക് ദ്വീപുകളിലും പോർച്ചുഗീസുകാർ കൃഷി ആരംഭിക്കുകയും അവിടെ കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. പ്രധാനപ്പെട്ട അറ്റ്ലാന്റിക് ദ്വീപുകളാണ് മദൈര, അസോരസ്, കാനറി, കേപ്പ് വെർദ്. പ്രധാനപ്പെട്ട അറ്റ്ലാന്റിക് ദ്വീപുകളാണ് മദൈര, അസോരസ്, കാനറി, കേപ്പ് വെർദ്. പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ, അതായത് ശുഭപ്രതീക്ഷാ മുനമ്പിൽ എത്തിച്ചേർന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യങ്ങളെ മറികടന്ന് ഇന്ത്യയിലെത്താൻ കഴിഞ്ഞില്ല. പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് ആണ് 1488 ആഫ്രിക്കയുടെ തെക്കേയറ്റത്തുള്ള ശുഭപ്രതീക്ഷാ മുനമ്പ് വരെ എത്തിച്ചേർന്നു. പക്ഷേ പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യങ്ങളായതിനാൽ അവർക്ക് ഇന്ത്യയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വാസ്കോ ഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി 1498 കാപ്പാടെത്തി. പിന്നീട് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാടെത്തിയത് ആഫ്രിക്കയുടെ കിഴക്കേ തീരം ചുറ്റി 1498 കാപ്പാട് കടപ്പുറത്തെത്തിയത്. സ്പെയിനിന്റെ സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെ ബഹാമസ് ദ്വീപിലെത്തി. പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ പ്രദേശം പിന്നീട് അമേരിക്ക എന്നറിയപ്പെട്ടു. സ്പെയിനിന്റെ സഹായത്തോടെ 1492 ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലെ ബഹാമസ് ദ്വീപിലെത്തി.
ഈ സ്ഥലം പിന്നീട് പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. പിന്നീട് ഇത് അമേരിക്ക എന്നറിയപ്പെടാൻ തുടങ്ങി. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത് പ്രിൻസ് ഹെൻറിയാണ്. 1419 പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത് പ്രിൻസ് ഹെൻറിയാണ്. ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയ പ്രദേശം ഒരു ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമരിഗോ വെസ്പൂജിയാണ്. ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയ പ്രദേശം ഒരു ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത് മറ്റൊരു ഇറ്റാലിയൻ സഞ്ചാരിയായ അമരിഗോ വെസ്പൂജിയാണ്. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾസി മുള്ളർ അമരിഗോ വെസ്പൂജിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകി. 1507 ജർമ്മൻ ഭൂപട നിർമ്മാതാവായ മാർട്ടിൻ വാൾസി മുള്ളർ അമരിഗോ വെസ്പൂജിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഈ പ്രദേശങ്ങൾക്ക് അമേരിക്ക എന്ന പേര് നൽകി. ബ്രസീൽ കണ്ടെത്തിയത് പെട്രോ ആൽവാരിസ് കബ്രാൾ ആണ്. ആദ്യമായി സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത് ഫെർഡിനൻഡ് മെഗല്ലനാണ്. ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത് ജോൺ കബോട്ട് ആണ്. ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളെ ബന്ധപ്പെടുത്തി യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരം എന്നറിയപ്പെടുന്നത്. ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളെ ബന്ധപ്പെടുത്തി യൂറോപ്യർ നടത്തിയ വ്യാപാരമാണ് അറ്റ്ലാന്റിക് ത്രികോണ വ്യാപാരം എന്നറിയപ്പെടുന്നത്. സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിന്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. ഈ ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിന്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുന്നതിന് പ്രാധാന്യം നൽകുന്ന നയമാണ് മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നത്. ഉൽപാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ ചില മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1780-നും 1850-നും ഇടയിൽ ഉൽപാദന രംഗത്തുണ്ടായ അത്തരം മാറ്റങ്ങളാണ് വ്യാവസായിക വിപ്ലവം എന്നറിയപ്പെടുന്നത്. തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. ഇതിന് നേതൃത്വം നൽകിയത് ബാൾക്കൻ രാജ്യമായ സെർബിയയാണ്. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. ഇതിന് നേതൃത്വം നൽകിയത് ബാൾക്കൻ രാജ്യമായ സെർബിയയാണ്. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലേക്കും ബാൾക്കൻ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ്. ഫ്രഞ്ച് പ്രസിഡന്റ്
മിറ്ററാൻഡ് സന്ദർശനം നടത്തിയ ബോസ്നിയയുടെ തലസ്ഥാനമായ സരോയോവിൽ വെച്ച് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടു. അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് മിറ്ററാൻഡ് സന്ദർശനം നടത്തിയ ബോസ്നിയയുടെ തലസ്ഥാനമായ സരായോവിൽ വെച്ച് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടു. സെർബിയൻ പൗരനായ ഗാവ്ലോ പ്രിൻസപ്പാണ് അദ്ദേഹത്തെ വധിച്ചത്. സെർബിയൻ പൗരനായ ഗാവ്ലോ പ്രിൻസപ്പാണ് ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചത്. സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ സെർബിയയ്ക്ക് ഈ വാദത്തിൽ പങ്കുണ്ടെന്ന് ഓസ്ട്രിയ ആരോപിച്ചു. സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ സെർബിയയ്ക്ക് ഈ വാദത്തിൽ പങ്കുണ്ടെന്ന് ഓസ്ട്രിയ ആരോപിച്ചു. തുടർന്ന് 1914 ജൂലൈ 28 ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1914 ജൂലൈ 28 ഇരുപക്ഷത്തും സഖ്യരാഷ്ട്രങ്ങൾ അണിചേർന്നതോടെ ഇത് ലോകയുദ്ധമായി മാറി. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. സർവ്വരാജ്യ സഖ്യം സ്ഥാപിതമായത് 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം സ്ഥാപിതമായത് 1920 ജനുവരി 10 ഫാസിസം എന്ന വാക്കിനർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. ഫാസിസം എന്ന വാക്കിനർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. ഫാസിസം രൂപം കൊണ്ടത് ഇറ്റലിയിലാണ്. ഫാസിസത്തിന്റെ സ്ഥാപകനാണ് ബെനിറ്റോ മുസോളിനി. മുസോളിനി 1922 അധികാരം പിടിച്ചെടുക്കാനായി ഇറ്റലിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന് ശേഷം അധികാരത്തിൽ വന്നു. പിന്നീട് ഫാസിസ്റ്റ് ഇതര പ്രസ്ഥാനങ്ങളേക്ക് നിരോധിച്ചു. അധികാരത്തിൽ വന്നതിനു ശേഷം ഫാസിസ്റ്റ് അല്ലാത്ത പ്രസ്ഥാനങ്ങളെയൊക്കെ മുസോളിനി നിരോധിച്ചു. കരിങ്കുപ്പായക്കാർ എന്ന സംഘടന രൂപീകരിച്ചത് മുസോളിനിയാണ്. കരിങ്കുപ്പായക്കാർ എന്ന സൈനിക സംഘടന രൂപീകരിച്ചത് മുസോളിനിയാണ്. സോഷ്യലിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളോട് കടുത്ത ശത്രുത പുലർത്തി. ഈ മുസോളിനി സോഷ്യലിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനത്തോട് കടുത്ത ശത്രുത പുലർത്തിയിരുന്നു. ഇനി നാസിസത്തെ കുറിച്ചാണ്. ജർമ്മനിയിൽ രൂപം കൊണ്ടതാണ് നാസിസം സ്ഥാപിച്ചത് ഹിറ്റ്ലറാണ്. ജർമ്മനിയിൽ രൂപം കൊണ്ടതാണ് നാസിസം സ്ഥാപിച്ചത് ഹിറ്റ്ലറാണ്. 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 1923 ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുക്കാനായി ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 1933 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രത്തിലൂടെ അധികാരത്തിൽ വന്നു. 1933 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഹിറ്റ്ലർ കുതന്ത്രത്തിലൂടെ അധികാരത്തിലെത്തി. തവിട്ട് കുപ്പായക്കാർ എന്ന സൈന്യത്തിന് രൂപം കൊടുത്തത് ഹിറ്റ്ലറാണ്. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കാനുള്ള നയം ഹിറ്റ്ലർ നടപ്പിലാക്കി. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെയൊക്കെ ഇല്ലാതാക്കാനുള്ള നയം ഹിറ്റ്ലർ നടപ്പിലാക്കി.